അപ്പൊ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മ്യൂട്ട് ചെയ്യാം എല്ലാരും, എന്നിട്ട് നമുക്ക് എല്ലാരും മ്യൂട്ട് ചെയ്യാം. ആലിസ് മാം അപ്പൊ അഡ്മിറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 4 വർഷമായി വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് പ്രചോദന കൗൺസിലിംഗ് സെന്ററും കേരള കൗൺസിലേഴ്സ് ഫോറം, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലനാട് ബ്രാഞ്ച്, വുമൺ ഡെന്റൽ കൗൺസിലും കൊളാബറേഷനിൽ നമ്മൾ 10 ദിവസത്തെ വെബിനാറുകൾ നടത്തിപ്പോരുന്നു. ഇത് 4ാമത്തെ വർഷമാണ്. ഒരു സൈലന്റ് പ്രയറോട് കൂടി നമ്മൾക്ക് ഈ ഒരു അവയർനെസ് വെബിനാറിന് ശുഭാരംഭം കുറിക്കാം. താങ്ക് യു ഓൾ. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഡെന്റൽ സർജനും പ്രചോദനയുടെ കോ ഫൗണ്ടറുമാണ്. എൻ്റെ പേര് ഡോക്ടർ ഉഷ. ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആക്സസ് ടു സർവീസസ് മെന്റൽ ഹെൽത്ത് ഇൻ കറ്റാസ്ട്രോഫീസ് ആൻഡ് എമർജൻസീസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 10 ദിവസത്തെ വെബിനാറിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ആദ്യം തരാൻ ഉദ്ദേശിക്കുന്നത്. What is mental health? Why we need mental health? Where to seek mental health? When we need to seek mental health? ന്റെ ആ ഒരു സീക്കിംഗ് സപ്പോർട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എപ്പോ, എവിടെ ആൻഡ് ഹൗ ടു മാനേജ്, ഇതാണ് 10 ദിവസം പ്രഗത്ഭരായിട്ടുള്ള ഓരോരുത്തരുമാണ് നമ്മൾക്ക് ഈ ഒരു അവയർനെസ് തരുന്നത്. ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ മെന്റൽ ഹെൽത്തിനും ഒരുപാടധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ഈ 10 ദിവസത്തെ എമിനന്റ് സ്പീക്കേഴ്സിന്റെ അവയർനെസ്സും ഫീഡ്ബാക്കും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയിലും നമ്മുടെ ഇമോഷണൽ ബാലൻസിലും നമ്മുടെ പ്രവൃത്തിയിലും ഒരു ചേഞ്ച്, ഒരു ബെറ്റർ വേർഷനായി മാറാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു 10-day വെബിനാർ സീരീസിലേക്ക് വെൽക്കം ചെയ്യാണ്. അനുഭവമാണ് അതിജീവനത്തിന്റെ ആദ്യപടി. എന്തുകൊണ്ട് ഇന്ന് കേരള കൗൺസിലേഴ്സ് ഫോറത്തിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആയ പുതുശ്ശേരി അച്ഛൻ, ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും കൃത്യമായിട്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് വെൽക്കം ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ജോയിൻ ചെയ്യുമ്പോഴും അച്ഛൻ ആ പേരെടുത്ത് എല്ലാവരും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ അത്രയും വലിയൊരു അനുഭവ സമ്പത്തിൽ നിന്ന് നമ്മൾക്ക് ഇന്ന് കേൾക്കാൻ പോവുകയാണ്. സോ ആദ്യം പ്രചോദനയുടെ ഭാഗത്തുനിന്നും KCFന്റെ ഭാഗത്തുനിന്നും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ ഭാഗത്തുനിന്നും പുതുശ്ശേരി അച്ഛനെ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓരോ വർഷവും ഓവർവെൽമിംഗ് ആയിട്ട് സപ്പോർട്ട് തരുന്ന ഓഡിയൻസ് അവരാണ് ഞങ്ങൾക്കിത് വീണ്ടും ഓരോ വർഷവും നടത്താനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതില് പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് പ്രചോദനയുടെ കോ ഫൗണ്ടർ ആലിസ് മാം, കേരള കൗൺസിലേഴ്സ് ഫോറത്തിന്റെ സെക്രട്ടറി. ആലിസ് മാം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു, മാഡം നമ്മുടെ വേൾഡിന്റെ വേറൊരു ഭാഗത്തു നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. മാഡം അവിടെ ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ വെബിനാറിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പോ ആലിസ് മാമിനെ വെൽക്കം ചെയ്യുന്നു. നൗ ഐ invite Alice ma'am to officially introduce our speaker of the day. Over to you, ma'am. Thank you, Usha. Thank you so much. ഉഷ പറഞ്ഞ പോലെ 4ാമത്തെ വർഷവും നമുക്ക് നമ്മുടെ അച്ഛനെ തന്നെ ഉദ്ഘാടകനായി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഉഷ പറഞ്ഞ പോലെ ആരോഗ്യം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഫോർ എവറിബഡി എന്നുള്ളതാണല്ലോ ഇത്തവണത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത്.
അത് ഞാനൊന്ന് നോക്കിയപ്പം എന്താണ്, ദുരന്തത്തിനും അടിയന്തരാവസ്ഥയ്ക്കും ഇടയിലുള്ള എല്ലാവർക്കും മെന്റൽ ഹെൽത്തിന്റെ അത്യാവശ്യവും അത് കൊടുക്കണമെന്നുള്ള ആഹ്വാനമാണ് WHO ചെയ്തിരിക്കുന്നത്. ഒരു കണക്കിൽ നോക്കിയാൽ നമ്മളെല്ലാം ഇതിന്റെ ഇടയിൽ വരുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ചും കുട്ടികളും പ്രായമായവരും. അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് സിസ്റ്റം ഗവൺമെന്റ് എല്ലാം ഒരുക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഇതുപോലെയുള്ള സംഘടനകൾ, ഇങ്ങനെയുള്ള മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഓരോരോ ദിവസത്തെ എന്താ പറയാ പ്രഗത്ഭരായ നമ്മുടെ ടോക്കേഴ്സിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ഇങ്ങോട്ട് പോരുന്നതുകൊണ്ട് ഞാൻ ഉഷയോട് പറഞ്ഞു, ഉഷ നമുക്കൊരു 5 ദിവസത്തെ ആക്കിയാലോ എന്ന്. കാരണം എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഉഷ പറഞ്ഞു, വേണ്ട, ഡോണ്ട് വറി മാം അവിടുന്ന് കയറിയാൽ മതി, ഞാൻ എല്ലാം ചെയ്തോളൂ എന്നുള്ളത്. അപ്പൊ അത് ആ മനസ്സിനാണ് നമ്മൾ ആദ്യം തന്നെ ഒരു നന്ദി പറയേണ്ടത്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. കാരണം ഉഷയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തത്. കാരണം ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് അത്രയും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ 10 ദിവസത്തെ യാത്ര അതൊരു ജേർണിയാണല്ലോ. ഈ 10 ദിവസത്തെ യാത്ര കഴിയുമ്പോൾ നമ്മൾ എത്രത്തോളം വളർന്നു, നമ്മുടെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം വളർന്നു എന്നുള്ളത് നമ്മളൊന്ന് വിചിന്തനം ചെയ്യേണ്ടത്. അതിന് തുടക്കം കുറിക്കാനായിട്ട് അച്ഛനെ കിട്ടിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടും അച്ഛൻ തന്നെയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. അത് വളരെ കംപ്ലീറ്റ്ലി 100% ആയിട്ട് ആൾക്കാർ കൂടുതലും ജോയിൻ ചെയ്തിട്ട് യൂട്യൂബിലും കൂടി കയറിയിട്ടാണ് ആൾക്കാർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടവരുടെ കണക്ക് പിന്നെ വേറെ അങ്ങനെയായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഇത് നമ്മളൊരു മണി മൈൻഡഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ ബാക്കിലുള്ള വർക്കെല്ലാം നമ്മുടെ ഒരു സാക്രിഫൈസ് എന്ന് തന്നെ പറയാം. കാരണം ഇത് അത്രത്തോളം നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഉഷ പറഞ്ഞതുപോലെ ഇതിനുള്ള ഓഡിയൻസ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്ന് അറിയാവുന്ന ഓഡിയൻസ് ആണ് ഇതിൽ കയറിയിരിക്കുന്നതല്ല. അപ്പൊ ഇതൊരിക്കലും മോശമാവില്ല. ഈ 10 ദിവസവും നമ്മളുടെ കൂടെ ഈ ജേർണിയിൽ ഉണ്ടായിരിക്കണം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു പരിവർത്തനം നടത്താനായിട്ട് ഇത് സഹായിക്കും എന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ അച്ഛനെ ഒന്ന് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഫാദർ വർഗീസ് പുതുശ്ശേരി, ഫൗണ്ടർ ഡയറക്ടർ, സാന്ത്വന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി, a rank holder for graduation from Bangalore University, Masters in Counseling from Pittsburgh, USA, Doctorate in Counseling and Psychotherapy, and 4 years postdoctoral experience in Toronto, Canada. He published more than 20 books. എനിക്ക് തോന്നുന്നു 20 ഒന്നും അല്ല, 25-ലും കൂടുതലായിട്ടുണ്ട്. ഇപ്പം ഇത് ഞാൻ പഴയതെന്ന് എടുക്കുന്നതാണ് വായിക്കുന്നത്. More than 25 books and many articles, and has conducted many training programs for people of different walks of life, and still it is continuing. Has traveled widely, covering more than 25 countries. അതെന്നെ എനിക്കൊരു അമേസിംഗ് ആയിട്ട് തോന്നി. ഈ യാത്രകൾ ചെയ്യുമ്പം ഈ 25 countries, more than 25 എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് കൃത്യമായിട്ട് അച്ഛൻ പറയാം. കൺട്രീസിൽ അച്ഛൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഓരോ യാത്രയും നമ്മുടെ ഓരോ അനുഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതും പുറത്ത് യാത്ര ചെയ്യുന്നതും, ഇന്ത്യക്ക് പുറത്ത് വേണമെന്നില്ല, ഏത് യാത്രയും നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് ആണ്. The recipient of many awards, including International Occasional Excellent Award. At present, the founder president and president of Kerala Counsellors Forum, is a registered body of practicing counselors all over the state and outside. സാന്ത്വന എന്ന് പറയുന്ന ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരാത്തവർക്ക് എപ്പോ വേണേലും കടന്നു വരാവുന്ന ഒരു വാതിലാണത്. അവിടെ ചെന്നാൽ സമാധാനവും സന്തോഷവും മെന്റൽ ഹെൽത്തും എല്ലാം തന്നെ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് നിസ്സംശയം പറയാം. അച്ഛന് എല്ലാവിധ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ടും സംസാരിക്കാനായിട്ടും ക്ഷണിച്ചു പോകുന്നു. ഓവർ ടു യു ഫാദർ. താങ്ക് യു. നല്ല വാക്കുകളിലൂടെ പ്രചോദനം തന്ന ഉഷ നാരായണനും ആലിസ് മിസ്സിനും പ്രത്യേകം നന്ദി. ഇവിടെ കൂടിയിരിക്കുന്ന 82 പേരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം ആഘോഷത്തിന്റെ മാസമാണ്. കാരണം ഒക്ടോബർ 10-ാം തീയതിയാണ് WHO ലോക മാനസിക ആരോഗ്യ ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 മുതൽ 10 വരെ നമ്മളിത് ആഘോഷിക്കുന്നത്.
അപ്പൊ കൂടുതൽ അറിയുക, പഠിക്കുക, പരിചയപ്പെടുക, ഇങ്ങനെ എല്ലാ തലങ്ങളിലും ഒരു അപ്ഡേറ്റിംഗ് ടൈമാണിത്. അതുകൊണ്ടാണ് ആഘോഷം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഓരോ വർഷവും ഓരോ തീം തരാറുണ്ട്. ഈ വർഷം WHO 2025 നൽകിയ തീം access to service, mental health in catastrophes and emergencies. അതിന്റെ മലയാളം ആലീസ് മിസ് പറഞ്ഞു തന്നോടി പറഞ്ഞു. ദുരന്തങ്ങൾക്കും അടിയന്തരാവസ്ഥകൾക്കും ദുരന്തങ്ങൾക്കും അടിയന്തരാവസ്ഥകൾക്കും. നമ്മളിത് കേൾക്കുമ്പോ, ദുരന്തങ്ങൾ എന്ന് കേൾക്കുമ്പോ ഭൂമി കുലുക്കൊക്കെയാണ്. അടിയന്തരാവസ്ഥ എന്ന് കേൾക്കുമ്പോ ഇപ്പൊ അമേരിക്കയില് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അവരുടെ രാജ്യം ഷട്ട് ഡൗൺ ചെയ്തിരിക്കുക. അതുകൊണ്ട് സാലറി ഇല്ല, ഒന്നുമില്ല, അതാണ് ഇവരൊക്കെ പോകുന്നത് അവിടെ. അപ്പൊ അതൊക്കെയാണ് മേജർ എമർജൻസി ദുരന്തങ്ങൾ. പക്ഷെ സത്യത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഏറ്റക്കുറച്ചിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് രണ്ടിലും കൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ നിസ്സാര അനുഭവങ്ങളും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തുമാത്രം പോസിറ്റീവ് ആക്കാൻ പറ്റുമോ അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. നെഗറ്റീവ് ആകും തോറും നമ്മുടെ ഫങ്ഷണൽ ലെവല് കാണുപോകും. നമ്മുടെ ഫങ്ഷണൽ ലെവല് ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. അപ്പോൾ ആ തീം നമുക്ക് എല്ലാ ദിവസവും ആവശ്യമുള്ളൊരു തീമാണ്. ഓരോ ദിവസവും ഒക്ടോബർ 1 മുതൽ 10 വരെയുള്ള ഓരോ ദിവസവും ഓരോ തീമുണ്ട്. ആദ്യത്തെ ദിവസമായി ഇന്നുള്ള തീം നർച്ചറിങ് മൈൻഡ്സ്, മാനസിക ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുക. പരിപോഷിപ്പിക്കുക എന്നുള്ളൊരു പദം വളരെ അർത്ഥവത്തായ ഒരു പദമാണ്. ഒരു ചെടിയെ വെള്ളമൊഴിച്ച് പരിപോഷിക്കുക എന്ന് പറയുന്നത് 4 ദിവസം കൊണ്ടോ 4 ആഴ്ച കൊണ്ടോ നടക്കുന്ന ഒരു പ്രത്യേകതയല്ല. 3 ദിവസം നന്നായി പരിപോഷിപ്പിച്ചു, പിന്നെ 5 ദിവസം തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അത് വാടിപ്പോവും, അതിൻ്റെ കരുത്ത് പോവും, ഊർജം പോവും, പൂവുണ്ടാവില്ല. പരിപോഷിക്കം എന്ന് പറയുന്ന ഒരു നിരന്തര പ്രക്രിയയാണ്. നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല, വേറെ ആർക്കും പറ്റില്ല. ആ ശക്തിപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഈ പരിപോഷണം എന്ന് പറയുക. അതിൻ്റെ ചില ടിപ്സുകളൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സിൽ നിന്നും നമുക്ക് ലഭിക്കും. പിന്നെ ശരീരവും മനസ്സും എന്ന് പറയുന്നത് 2 എൻറ്റിറ്റി അല്ല എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ബ്രെയിൻ, പണ്ടൊക്കെ ഒരു ബ്രെയിൻ എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പൊ ഒരു സെക്കൻഡറി ബ്രെയിൻ കൂടി ഉണ്ട് നമുക്ക്. അതിന് ഗട്ട് ബ്രെയിൻ എന്ന് പറയും. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബ്രെയിനിൽ ആവശ്യമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഏജന്റാണ്. അതിൽ ചിലതൊക്കെ ഗട്ട് ബ്രെയിനിൽ ഉണ്ടാക്കിയിട്ട് ബ്രെയിനിലേക്ക് അയച്ചു കൊടുക്കുക ചെയ്യും. അപ്പൊ ബ്രെയിനും ഗട്ട് ബ്രെയിനും നിരന്തരം കോണ്ടാക്റ്റിലും ഇന്ററാക്ഷനിലായിരിക്കുന്നു. അതുകൊണ്ട് വയറ് സുഖമില്ലെങ്കിൽ തലയ്ക്കും സുഖമില്ല, ബ്രെയിനിന് സുഖമില്ലെങ്കിൽ വയറിന് സുഖമില്ല. അതുകൊണ്ടാണ് ടെൻഷൻ, സ്ട്രെസ് ഇതൊക്കെ കൂടി വരുമ്പോൾ ഉറക്കത്തെ ബാധിക്കുന്നു, ഭക്ഷണത്തെ ബാധിക്കുന്നു. ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവെയറാകുന്ന സ്ട്രെസ് അല്ല ശരിക്കുള്ള സ്ട്രെസ്. നമ്മൾ അവെയർ ആകാത്ത സ്ട്രെസ്സാണ് കില്ലർ സ്ട്രെസ്. ഈ ഇടയ്ക്ക് ഒരു ആള് വന്ന് പറഞ്ഞ് ഇതിന് നല്ലൊരു ഉദാഹരണം. കാരണം നമ്മളറിയാത്ത സ്ട്രെസ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്.
ആള് പറഞ്ഞു, ഞാൻ ഒത്തിരി പ്രോജക്റ്റുകളിൽ വളരെ ഇൻവോൾവ് ആണ്, വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഞാൻ അതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ കാര്യമായ സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും എനിക്കില്ല. ഉറക്കത്തിനും പ്രശ്നമില്ല, ഭക്ഷണത്തിനും പ്രശ്നമില്ല. പക്ഷേ പറയാനാണ് ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടത്. പക്ഷേ എനിക്ക് സ്കിൻ റിയാക്ഷൻസ് വന്നു തുടങ്ങി. ഞാൻ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്ട്രെസ് റിയാക്ഷൻ ആണ്. അപ്പോ ഈ ആള് അറിയാത്ത സ്ട്രെസ്സാണ് ആൾക്ക് ഈ റിയാക്ഷൻ കൊടുത്തത്. കാരണം നമ്മുടെ അവയർനെസ്സിനെ കുറിച്ച് നമ്മുടെ സ്ട്രെസ്സിനെ കുറിച്ചുള്ള അവയർനെസ് ആണ് നമ്മൾ അതിൽ നിന്ന് കരകയറ്റുന്നതും മനസ്സിന് ആരോഗ്യം നൽകുന്നതൊക്കെ. പക്ഷെ നമ്മൾ അറിയാത്ത സ്ട്രെസ്സാണ് കില്ലർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ നഴ്സറി മൈൻഡ്സില് അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെന്റൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഇപ്പൊ കൂടി വരുന്നുണ്ട്. കാരണം കൂടുതൽ പേര് സൈക്കോളജി വായിക്കുന്നു, പഠിക്കുന്നു. ഇഗ്നോയില് ഏറ്റവും കൂടുതൽ പേര് സൈക്കോളജി എടുത്തിരിക്കുന്നത് കലൂര് സ്റ്റേഷനില്ല, ഓൾ ഓവർ ഇന്ത്യയിൽ നോക്കുമ്പോൾ. അപ്പൊ അത് നമ്മുടെയൊക്കെ സ്വാധീനവും ഇൻഫ്ലുവൻസും അതിലൊക്കെ ഉണ്ട്. അപ്പോ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം മനസ്സിന്റെ ശക്തി, കരുത്ത് അനുസരിച്ചാണ് നമ്മുടെ എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും പുറത്തു വരുന്നത്. മനസ്സിന് കരുത്തില്ലെങ്കിൽ എന്തൊക്കെ ഇന്റലിജൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇനീഷ്യേറ്റീവ് കിട്ടില്ല, കരുത്ത് കിട്ടില്ല, മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ഒരാൾ പറഞ്ഞതാണ്, അങ്ങനെ ഇരുന്നു പോയി കഴിയുമ്പോൾ ചിന്തിക്കും, ആരെങ്കിലും ഒരു ജാക്കി കൊണ്ടൊന്ന് എന്നെ ഒന്ന് ഉയർത്തി മുന്നോട്ട് ആനയിച്ചെങ്കിൽ എന്ന് ചിന്തിക്കും. ആ ജാക്കിയുടെ ഫലമാണ് ഈ മനസ്സിന്റെ കരുത്ത് എന്ന് പറയുന്നത്. ആ കരുത്തുണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാസം ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം. ശാരീരികമായ ആരോഗ്യമുണ്ട്, മാനസികമായ ആരോഗ്യമുണ്ട്. സത്യത്തിൽ പറഞ്ഞ രണ്ടൊന്ന് തന്നെ. പക്ഷെ ശാരീരികമായ ആരോഗ്യത്തിന് കോട്ടം തട്ടി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാലൊടിഞ്ഞ വേദനയുണ്ട്, ഞാൻ ആസ്പത്രി പോകില്ല എന്ന് ശാഠ്യം പിടിക്കുന്നവരാരും തന്നെ ഉണ്ടാവില്ല. കണ്ണിലൊരു കരട് പോയാൽ ആസ്പത്രി പോകണമെന്ന് ശാഠ്യം പിടിക്കുന്നവരാണ് കൂടുതൽ. ചാള തിന്നപ്പോ അതിന് ഒരു കൊച്ചു കുഞ്ഞ് മുള്ള് കയറി കഴിഞ്ഞാലും ഡെന്റിസ്റ്റിനെ ഒന്ന് കാണിച്ച് അത് പറിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരാ. അത്ര നിസ്സാര തരത്തിൽ പോലും ശാരീരിക ആരോഗ്യത്തെ സംരക്ഷിക്കണം എന്നുള്ള അറിവും വിവേകവും ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതിനെ പിടിച്ചു നിർത്തുന്ന എന്ന് പറഞ്ഞാൽ ശാരീരിക ആരോഗ്യത്തെ ആ ഫൗണ്ടേഷനിൽ ഇളകാതെ പിടിച്ചു നിർത്തുന്നത് മനസ്സിന്റെ ആരോഗ്യം. അതിന്റെ ചില പോയിന്റ്സും അത് ഞാൻ ഇന്ന് അവതരിപ്പിക്കാം. മറ്റ് ടോക്കുകളിലെ മറ്റു പോയിന്റ്സും അവതരിപ്പിക്കും. ആരോഗ്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ശാരീരികമായ സൗഖ്യമാണ്. വ്യായാമം, ഭക്ഷണം, വൈദ്യപരിശോധന എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം മിക്ക ഹോസ്പിറ്റലിലും എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ഉണ്ട്. ദുരിതമുള്ളവരൊക്കെ പോയി എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എടുക്കുന്നുമുണ്ട്. അതൊരു നോർമലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാനസിക ആരോഗ്യം ഇല്ലാതെ ആരോഗ്യം പൂർണ്ണമാവില്ല. അതാണ് പ്രശ്നം. നമ്മുടെ വികാരങ്ങൾക്കും ബന്ധങ്ങൾക്കും
ജീവിതത്തിലെ വെല്ലുവിളിയെ നേരിടാനുള്ള കഴിവിനും അടിത്തറ പാകുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സിന്റെ കരുത്തുകൊണ്ട് ജീവിതത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും. അതിലൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചു, ബന്ധങ്ങൾ എന്ന് പറയുന്നത് സപ്പോർട്ട് സിസ്റ്റമാണ്. കുറച്ചുപേരുടെ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ വലിയൊരു മെഡിസിൻ ഊരിത്തിരിഞ്ഞു വരുന്നുണ്ട്. അത് ഇന്ന രൂപത്തിലാണെന്ന് നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചൊല്ലുണ്ട്, ഈറ്റിംഗ് ടുഗദർ ക്രിയേറ്റ്സ് ഫെലോഷിപ്പ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഫെലോഷിപ്പ് അവിടെ വളരും. ഞാൻ എൻ്റെ വായയിലേക്കല്ലേ ഭക്ഷണം ഇടുന്നത്, ഓരോരുത്തരും അവരവരുടെ വായയിലേക്കല്ലേ ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ ഈ ഫെലോഷിപ്പ് വളരുന്ന പ്രക്രിയ ഏത് രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്, അങ്ങനെ പിൻ പോയിന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ആ വർത്താനം പറഞ്ഞും ആ കറികളെ കുറിച്ചൊക്കെ പരാമർശിച്ചും അല്പം കൂടി ഉപ്പ് കൂടിയാൽ ഇത് നന്നായിരിക്കും, മുളക് കൂടിയത് നന്നായിരിക്കും, ഞാൻ വീട്ടിൽ ഇന്ന സാധനം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഈ തരത്തിലുള്ള സംഭാഷണങ്ങള്, അതാണ് ഫെലോഷിപ്പ്. കാരണം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആദ്യം ട്രംപിനെ കുറിച്ച് പറയാം, അമേരിക്കയെ കുറിച്ച് പറയാം, ഗാസയെ കുറിച്ച് പറയാം. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയാനുള്ളത്? പിന്നെ നമ്മുടെ കറി വെച്ചതും ഇതിനു മുമ്പ് വെച്ച കറികളും പദാർത്ഥങ്ങളും ചിലതിനെ ഭർത്താവ് ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചെന്നും. നിങ്ങൾക്കറിയാം, ഒരു സത്യം പറയാം, അമ്മയുണ്ടാക്കുന്ന കറിയോളം രുചിയുള്ള ഒരു കറി ഈ ലോകത്തിലില്ല. കാനഡയിലുള്ള ഒരു മലയാളി കോടീശ്വരൻ, പുള്ളി നാട്ടില് കഷ്ടകാലമായിരുന്നപ്പോൾ കഴിച്ചിരുന്ന ഭക്ഷണം ചക്കക്കുരും മാങ്ങയും ആണ്. ഇന്ന് അദ്ദേഹം കോടീശ്വരനാണ്, അദ്ദേഹത്തിന് ലോകത്തിലുള്ള ഏത് ഭക്ഷണവും കഴിക്കാം. പക്ഷെ നാട്ടില് വന്നാൽ അമ്മയുണ്ടാക്കുന്ന ചക്കക്കുരും മാങ്ങയും കിട്ടണമെന്ന് ആവശ്യമുണ്ട്. അപ്പൊ എല്ലാവരും അത് സംഘടിപ്പിക്കും. അവിടുന്ന് ഇവിടുന്ന് ലുലുലൊക്കെ ചക്കക്കുരു കിട്ടുമ്പോൾ അങ്ങനെ സംഘടിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം ഈ അമ്മയുടെ ഭർത്താവിന് ഒരിക്കലും തൃപ്തി വരില്ല. എന്നും വലിച്ചെറിയലും, ഒന്നും ശരിയായില്ല, അതിൻ്റെ ചൂട് ശരിയായില്ല, ഉപ്പ് ശരിയായില്ല. എന്താ കാരണം? അമ്മയുണ്ടാക്കുന്നത് ഇത്രയും വിശിഷ്ടമായ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ പുള്ളി കാനഡയിൽ നിന്ന് വരും. മകന്റെ കാഴ്ചപ്പാടിൽ ഇമോഷൻസ് അറ്റാച്ച്ഡ് ആണ്. ഇമോഷൻസ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ആളുടെ അമ്മ ഉണ്ടാക്കണായിരിക്കും ആർക്കും ഇഷ്ടം. ഇപ്പം അമ്മയുടെ ഭർത്താവിന്റെ അമ്മ ഉണ്ടാക്കണതായിരിക്കും ഇഷ്ടം. ആ ഒരു ടേസ്റ്റ് ഭാര്യ ഉണ്ടാക്കണതിന് കിട്ടൂല. അതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. അതായത് ടേസ്റ്റ് ബഡ് രൂപീകരിക്കുന്നത് അമ്മയിലൂടെയാണ്. കോമൺ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന രാജ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനം മാറി മാറി നോക്കി കഴിഞ്ഞാൽ കോമൺ ടേസ്റ്റ് എന്ന് പറയുന്ന ഒന്നില്ല. ടേസ്റ്റ് നമ്മൾ ചെറുപ്പത്തിൽ എടുക്കുന്ന ആ ടേസ്റ്റിനെ ഫോം ചെയ്യുന്നത് അമ്മയുടെ കുക്കിംഗ് ആണ്. ഇനി ഈ ലോകത്തിലുള്ള എല്ലാ ടേസ്റ്റിനെയും ഞാൻ വിലയിരുത്തുന്നത് ഇൻ കമ്പാരിസൺ വിത്ത് മൈ മദേഴ്സ് കുക്കിംഗ്. അപ്പൊ അതുകൊണ്ടാണ് അമ്മയുണ്ടാക്കുന്ന ഇതിന് കൂടുതൽ രുചി വരിക. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബന്ധങ്ങളെ കുറിച്ചാണ്.
ഇന്ന് ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒറ്റമൂലി, ഏത് രോഗത്തിനും കണ്ടുപിടിച്ചിട്ടുള്ള ഒറ്റമൂലി കൂട്ടായ്മയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കുടി നിർത്തിയവരുടെ കൂട്ടായ്മയാണ്. അനോണിമസ്, ആൽക്കഹോളിക് അനോണിമസ്. അതായത് കുടി നിർത്തിയവര് ആഴ്ചയിൽ ഒരു ദിവസം അവരുടെ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ഈ ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പിൽ പങ്കുചേരും. അവിടെ അവർ ചെയ്യുന്ന ഇതാണ്: കുടി രണ്ടാമത് തുടങ്ങാതിരിക്കാനും അതിൻ്റെ പ്രലോഭനത്തിൽ പോകാതിരിക്കാനും ഞാൻ കണ്ടുപിടിച്ച മാർഗങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ അത് പരസ്പരം ഒരു സപ്പോർട്ടീവായിട്ട് മാറും. അതിൽ നിരന്തരം പോകുന്നവർ പിന്നെ രണ്ടാമത് റിലാപ്സ് ഉണ്ടാകില്ല, രണ്ടാമത് കുടിക്കില്ല. അത്ര പവർഫുൾ ആണ് കൂട്ടായ്മയിലെ ഔഷധം. അതുകൊണ്ട് റിലേഷൻഷിപ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, നോ മാൻ ഈസ് ആൻ ഐലൻഡ്. ഐലൻഡിലായിട്ട് ആർക്കും അങ്ങനെ താമസിക്കാൻ പറ്റില്ല. എല്ലാവരും ബന്ധങ്ങളിലൂടെയാണ്, ആ കൂട്ടായ്മയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. കൂട്ടായ്മയുടെ 2 മോഡൽ ഞാൻ പറഞ്ഞു. ഒന്ന് ആൽക്കഹോളിക് അനോണിമസ് പോലുള്ള കൂട്ടായ്മ. ഡയബറ്റിക്സ് ഉള്ളവർ ഒരുമിച്ചിരുന്ന കൂട്ടായ്മ ഉണ്ട്. അവര് എങ്ങനെയാണ് ഞാൻ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുന്നത്? ഞാൻ ഫ്രൂക്ടോസ് കഴിക്കും, ഗ്ലൂക്കോസ് കഴിക്കില്ല. വേറെ ചിലർ പറയും ഞാൻ ചോറ് നിർത്തി, ഞാൻ ഈ ചെറിയ അരിമണികൾക്ക് ഒരു പ്രത്യേക പേരുണ്ട്, ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്നത്, വളരെ ഈ ചാമ പോലെയുള്ള സാധനം, അത് കഴിക്കുന്നു പറയും. മില്ലറ്റ്സ്. വില്ലറ്റ്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ രീതികൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് ബെറ്റർ ആയിട്ട് എൻ്റെ ഡയബറ്റിക് കൺട്രോൾഡ് ആക്കാൻ സാധിക്കുക എന്നുള്ളത് ഡോക്ടർമാരെ കൂടുതൽ അത് നമുക്ക് ഈ ഡിസ്കഷനിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ പ്രഷറിൻ്റെ ഉള്ളവർ ഒരുമിച്ച് കൂടുക. ആ ഒരുമിച്ച് കൂടി ഉള്ള കൂട്ടായ്മയിലുള്ള ഷെയറിങ്ങിലൂടെ, ഇന്ററാക്ഷനിലൂടെ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നവരാണ്. അത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും. അപ്പൊ ഇവിടെ ഞാൻ സൂചിപ്പിച്ചു ബന്ധങ്ങളുടെ പ്രാധാന്യം. ഒരു ചെറിയ കഥ പറയാൻ നിങ്ങളോട്. ഇതൊരു ഫാം ഹൗസ് ആണ്. കൃഷിയിടത്തിലെ ഒരു വീട്. ഇവിടെ ധാരാളം ജീവികളും വളർത്തുമൃഗങ്ങളും ഉണ്ട്. കൃഷിക്കാരനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. ഒരു ദിവസം ഒരു വലിയ പൊതിയുമായിട്ടാണ് അവർ വീട്ടിൽ കയറിയത്. അതിൻ്റെ ഉള്ളിൽ ഒരു എലിയുണ്ട്. എലി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഈ അപ്പൻ പുറത്തുപോയി വരുമ്പോൾ കയ്യിൽ പൊതി ഉണ്ടെങ്കിൽ ഇവൻ ഒളിച്ചിരിക്കും. ആ പൊതി പൊളിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഒരു ദിവസം വലിയൊരു പൊതിയായിട്ടാണ് അവൻ വീട്ടിൽ കയറിയത്. പൊതി തുറക്കുന്നത് കാണാൻ മതിലിലെ വിള്ളലിലൂടെ എലി ശ്രദ്ധിച്ചു നോക്കി. അതിൽ എന്ത് രുചികരമായ ഭക്ഷണമായിരിക്കാം അടങ്ങിയിരിക്കുന്നത് എന്നറിയാൻ എലി വളരെ കൗതുകത്തോടെ ശ്രദ്ധിച്ചു. പൊതി തുറന്നപ്പോൾ എലി ഭയന്നു. അതൊരു എലിക്കണിയായിരുന്നു. ഏതു സമയവും താൻ അറിയാതെ അതിൽ പെടാൻ സാധ്യതയുണ്ട്. പറമ്പിലേക്ക് തിരിച്ചു പോകുമ്പോൾ പറമ്പിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി, വീട്ടിൽ ഒരു എലിക്കണിയുണ്ട്, വീട്ടിൽ ഒരു എലിക്കണിയുണ്ട്, നിങ്ങൾ എന്നെ രക്ഷിക്കണം, നിങ്ങൾ എന്നെ രക്ഷിക്കണം. ഇത് കേട്ട് കോഴി തല ഉയർത്തി പറഞ്ഞു, ക്ഷമിക്കണം മിസ്റ്റർ എലി, ഇത് താങ്കൾക്ക് കടുത്ത ആശങ്ക ആണെന്നറിയാം, പക്ഷെ ഇതിൽ എന്നെ സംബന്ധിച്ച് വിഷമിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് കോഴി പറഞ്ഞു വിട്ടു.
എലി പന്നിയുടെ നേരെ തിരിഞ്ഞു. വീട്ടിലൊരു എലിക്കണിയുണ്ട്, വീട്ടിലൊരു എലിക്കണിയുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ സഹായിക്കണം. പന്നി പറഞ്ഞു, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പന്നി പ്രാർത്ഥിച്ചുകൊണ്ട് കെണിപ്പെട്ടു തീർന്നില്ലേ. എലി പശുവിന്റെ അടുത്ത് നിന്നു. എലിക്കണിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, ഞാൻ ഗുരുതരമായ അപകടത്തിലാണ്. പശുവിന്റെ റെസ്പോൺസ്, പശു തല കുലുക്കി എലിയെ ഓടിച്ചു. ആ രാത്രിയിൽ വലിയൊരു ശബ്ദം വീട്ടിൽ ഉടനീളം കേട്ടു. എലിക്കണിയിൽ എലി വീണതായിരിക്കാം എന്ന് കരുതി കർഷകന്റെ ഭാര്യ പറഞ്ഞു. ഇരുട്ടായിരുന്നു, അതൊരു വിഷമുള്ള പാമ്പാണെന്ന് അവൾ കണ്ടില്ല. അതിന്റെ വാൽ എലിക്കണിയിൽ കുടുങ്ങിയിരുന്നു. പാമ്പ് കർഷകന്റെ ഭാര്യയെ കടിച്ചു. കർഷകൻ പാമ്പിനെ കൊന്നു. ഭാര്യയ്ക്ക് പനിയായി. ചിക്കൻ സൂപ്പ് ഉപയോഗിച്ച് പനിയെ ചികിത്സിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അതിനാൽ കർഷകൻ കൂട്ടിൽ പോയി കോഴിയെ കൊന്ന് സൂപ്പുണ്ടാക്കി. ആദ്യം കോഴിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് എന്നെ രക്ഷിക്കണം. അപ്പൊ കോഴി പറഞ്ഞ് എനിക്കിതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം ചത്തുപോയത് കോഴീനെ. ഭാര്യയുടെ അസുഖം കൂടിക്കൊണ്ടിരുന്നു. സുഹൃത്തുക്കളും അയൽവാസികളും ബന്ധുക്കളും രോഗിയെ കാണാൻ വന്നു. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ കർഷകൻ പന്നിയെ കൊന്നു. ആ പന്നി പറഞ്ഞ എനിക്കിതൊന്നും പ്രശ്നമില്ല, താൻ തൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞത്. പക്ഷെ രണ്ടാമത് പന്നി ചത്തുപോയി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭാര്യ സുഖമായില്ല. അവൾ മരിച്ചു. ശവസംസ്കാരത്തിന് ശേഷം വന്നുകൂടിയ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ഇറച്ചിക്കായി കർഷകൻ പശുവിനെ കൊന്നു. എനിക്കിതിൽ പങ്കില്ല, താൻ പോകണമെന്ന് പറഞ്ഞതാണ്. ആ പശുവും ചത്തു. ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ അത് എന്നെ ബാധിക്കില്ലല്ലോ, എനിക്ക് എന്ത് കാര്യം എന്ന് ചിന്തിക്കാതെ തൻ്റെ കൂടെ പ്രശ്നമായി കണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നാളെ അത് നമ്മെ തേടിയെത്തും. കോവിഡ് എന്ന മഹാമാരി ഇതാണല്ലോ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ബന്ധങ്ങൾ വേണം, എമ്പതി വേണം. അതായത് അയൽക്കാരൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ, അവൻ്റെ വശത്തു നിന്ന് പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമുക്ക് സാധിക്കുന്ന രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നതിനാണ് ആ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കൂട്ടായ്മ എന്ന് പറയുന്നത്. ആ കൂട്ടായ്മയിലൂടെ ഹീലിംഗ് പവർ മുന്നോട്ട് വരുന്നു. മനസ്സിന്റെ കരുത്തുകൊണ്ട് ജീവിതത്തെ പിടിച്ചു നിർത്താം. ഒരു സംഭവം പറയാം. തായ്ലാൻഡിൽ നടന്നൊരു സംഭവമാണ്. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചതാ. 2018 ജൂൺ 23 തായ്ലാൻഡിൽ 12 കുട്ടികളും അവരുടെ ഫുട്ബോൾ കോച്ചും സാധാരണ രീതിയിലുള്ള പരിശീലനത്തിന് ശേഷം ഒരു സാഹസികതയ്ക്ക് ഒരുങ്ങി. അടുത്തുള്ള താങ് ലുവാങ് ഗുഹയിൽ മൈലുകളോളം ഉള്ളിലേക്ക് യാത്ര ചെയ്തു. ഗുഹയെക്കുറിച്ച് ഒരു അറിവ് വന്നത് അന്നത്തെ പത്രങ്ങളിൽ വന്നതാണ്. ഗുഹ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്നും പോകുന്നതല്ല. ചിലയിടത്ത് വീതി കൂടും, ചിലയിടത്ത് മുകളിൽ വീതി കൂടും, താഴെ വീതി കുറയും. ഇതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഗുഹയിലുള്ള സാഹസികത. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഭയങ്കര കൊടുങ്കാറ്റും മഴയും.
ഗുഹയിലേക്ക് വെള്ളം അടിച്ചു കയറി. അവർ ഗുഹയിൽ തന്നെ ഉയർന്ന സ്ഥലത്തേക്ക് മാറി നിന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഗുഹയിൽ പെട്ടുപോയവരെ രക്ഷപ്പെടുത്തി പ്രാവീണ്യമുള്ള എല്ലാവരും അവരെ രക്ഷിക്കുന്നതിന് ശ്രമിച്ചു. ആഴ്ചകളോളം ശ്രമിച്ചിട്ടും ആർക്കും ഗുഹയിൽ ഇവരുടെ അടുത്തെത്താനായില്ല. ഒരു എക്സ്പെർട്ട് അതിനിടയ്ക്ക് മരിക്കുകയും ചെയ്തു. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, ഓർക്കണം, മനസ്സിലാക്കണം, കുട്ടികളാണ്, 10 പേരുണ്ട്, ഒരു ലീഡറുണ്ട്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും മരിച്ചു കാണുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. കാരണം വെള്ളം അടിച്ചു കയറിയിരിക്കുക. വലിയൊരു പ്രതീക്ഷകളൊന്നുമില്ലാതെ രക്ഷാദൗത്യത്തിൽപ്പെട്ട ഒരാൾ ഇവരുടെ അടുത്തെത്തി. അടുത്തെത്തിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. പ്രതീക്ഷകളൊന്നുമില്ലാതെ രക്ഷാദൗത്യത്തിൽപ്പെട്ട ഒരാൾ ഇവരുടെ അടുത്തെത്തി. സന്തോഷത്തോടെ ഇരിക്കുന്ന അവരെ കണ്ട് ആശ്ചര്യപ്പെട്ടു. ഇവിടെയാണ് മനസ്സും ശരീരവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. എല്ലാവരെയും രക്ഷപ്പെടുത്തി സാവകാശം പുറത്തു കടന്നപ്പോൾ പത്രക്കാർ കുട്ടികളോട് അവരുടെ സന്തോഷത്തോടെ ഇരുന്നതിൻ്റെ രഹസ്യം ആരാഞ്ഞു. ഇത്രയും ദുർഘടമായ ഈ അവസ്ഥയിൽ എങ്ങനെ പുഞ്ചിരി കൈവിടാതിരിക്കാൻ സാധിച്ചു എന്ന ചോദ്യത്തിന് കുട്ടികൾ കൊടുത്ത മറുപടി ഇതായിരുന്നു: ഞങ്ങളുടെ കോച്ച് ബുദ്ധമത സന്യാസത്തിൽ ഏതാനും വർഷങ്ങൾ ജീവിച്ചയാളാണ്. ധ്യാന രീതികളിലൂടെ മനസ്സിന്റെ സമചിത്തത നിലനിർത്താൻ അദ്ദേഹം ഞങ്ങളെ പരിശീലിപ്പിച്ചു. മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, ഇതൊക്കെ എന്തുമാത്രം ഇഫക്റ്റീവായിരുന്നു എന്ന് ആ പിള്ളേർ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഇതൊക്കെ വെറും കാര്യങ്ങളല്ല. ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് വളരെ പരിമിതമായ ഓക്സിജനും ശുദ്ധജലവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ മനസ്സ് ശാന്തമായതോടെ അത്യാവശ്യത്തിനുള്ള ഓക്സിജൻ മാത്രമേ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. ബോഡി ശാന്തമാകുമ്പോൾ മിനിമം ഓക്സിജൻ മതി. നമ്മൾ കിതയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഓക്സിജൻ വേണ്ടി വരും. ശുദ്ധജലവും അതുപോലെ തന്നെ. കോച്ച് ഇങ്ങനെ വിവരിച്ചു: ആധിയും വ്യഥയും ഇല്ലാതായതോടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനം, മെറ്റബോളിസം സന്തുലിതമായി. ശരീരത്തിൽ ഓക്സിജന്റെയും വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെ ആവശ്യം ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലായി. അതുകൊണ്ടാണ് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായി അതിജീവിക്കാൻ സാധിച്ചത്. ഇതാണ് സംതൃപ്തമായ അവസ്ഥ. മനസ്സിലെ ഇക്വാനിമിറ്റി എന്തുമാത്രമാണ് ആ മെറ്റബോളിസത്തെ സഹായിച്ചത്. അവര് 2 ആഴ്ച കഴിഞ്ഞിട്ടും അവർക്ക് യാതൊരു ചുക്കും ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. മാനസിക രോഗങ്ങളുടെ അഭാവം മാത്രമല്ല മാനസിക ആരോഗ്യം, മറിച്ച് തന്തുലിതാവസ്ഥ, പ്രതിരോധശേഷി, വൈകാരികമായ കരുത്ത് എന്നിവയുടെ സാന്നിധ്യം കൂടിയാണത്. ആരോഗ്യകരമായ ശരീരം ഊർജ്ജസ്വലമായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പോലെ ആരോഗ്യകരമായ മനസ്സ് വ്യക്തമായി ചിന്തിക്കാനും മാനസിക സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാനും നല്ല ബന്ധങ്ങൾ നിലനിർത്താനും നമ്മളെ പ്രാപ്തരാക്കുന്നു. നമ്മുടെ മാനസികാരോഗ്യത്തെ അവഗണിക്കുമ്പോൾ ലളിതമായ കാര്യങ്ങൾ പോലും ബുദ്ധിമുട്ടായി തോന്നുകയും ജീവിത നിലവാരം കുറയുകയും ചെയ്യും. വേറൊരു പോയിന്റ്, മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് അതിനോടുള്ള മുൻവിധിയാണ്. ആളുകൾ വിലയിരുത്തപ്പെടുമോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന് ഭയന്ന്
സഹായം തേടാൻ പലപ്പോഴും മടിക്കുന്നു. മാനസിക ആരോഗ്യത്തിന് സഹായം തേടാൻ വരുന്നവര് തലയിൽ മുണ്ടിട്ടിട്ടാ വരുന്നത്. ആയതുകൊണ്ട് അമേരിക്കയിലെ പ്രൈവറ്റ് പ്രാക്ടീസ് കൗൺസിലിങ്ങിനുള്ള പ്രൈവറ്റ് പ്രാക്ടീസ് ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ അവർ പുറത്ത് വലിയ അക്ഷരത്തിൽ ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല. വരുന്ന ആൾക്ക് പ്രൈവസി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോർഡ് കാണും. അവർ ഫോൺ വഴി ബിൽഡിങ്ങിന്റെ നമ്പർ കണ്ടുപിടിച്ച് വരുന്നതാണ്. അല്ലെങ്കിൽ അവിടെ കയറി ചെല്ലുന്നവർക്ക് മുഴുവനും അസ്വസ്ഥയാണെന്ന് കരുതി ആരും കയറി ചെല്ലാൻ പോകില്ല. അതിന് വേറൊരു രീതിയും അവലംബിക്കാറുണ്ട്. ഇപ്പൊ സാന്ത്വനയിൽ ഒരു പ്രവേശന കവാടമുണ്ട്. പക്ഷെ 10, 13, 14 പ്രവൃത്തികൾ അവിടെ, ഷോപ്പുകൾ, കടകള്, കൺസൾട്ടേഷൻ ഇങ്ങനെയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പോകുന്ന വ്യക്തി എവിടേക്കാ പോകുന്നതെന്ന് പബ്ലിക്കിന് നോക്കിയാൽ അറിയാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു പ്രൈവസി ഉണ്ട്. ഇതിന്റെ പേടി വരാൻ കാരണം പണ്ടൊക്കെ മാനസിക ആരോഗ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നടന്നിരുന്നത് വലിയ കേസുകളാണ്. അതായത് മനസ്സിന്റെ നില തെറ്റി ചങ്ങലയിൽ ഇടുന്ന ലെവലാവുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും അതിനെ ഇക്വേറ്റ് ചെയ്യും. മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ചങ്ങലയിൽ ഇടലാണ്. ഭയങ്കര തെറ്റിദ്ധാരണയാണ്. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. എറണാകുളത്ത് ഉള്ള പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, ജഡ്ജസ്, പൊളിറ്റീഷ്യൻസ്, 10-1 പേര് ഈ മരുന്നിന്റെ സപ്പോർട്ട് കൂടിയാണ് അവരുടെ പ്രൊഫഷൻ ഭംഗിയായിട്ട് നടത്തുന്നത്. ഒരു കുഞ്ഞും അറിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കണ്ടെന്ന് പറയായിരുന്നു. ആരോഗ്യകരമായ ശരീരം ഊർജ്ജസ്വലമായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന പോലെ ആരോഗ്യകരമായ മനസ്സ് വ്യക്തമായി ചിന്തിക്കാനും മാനസിക സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാനും നല്ല ബന്ധങ്ങൾ നിലനിർത്താനും നമ്മളെ പ്രാപ്തരാക്കുന്നു. നമ്മുടെ മാനസികാരോഗ്യത്തെ അവഗണിക്കുമ്പോൾ ലളിതമായ കാര്യങ്ങൾ പോലും ബുദ്ധിമുട്ടായി തോന്നുകയും ജീവിത നിലവാരം കുറയുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ടിപ്പിക്കലുള്ള എക്സാമ്പിളാണ് തായ്ലാൻഡിൽ ഉണ്ടായ ഗുഹയിൽ പോയി 2 ആഴ്ച കിടന്ന കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി വളരെ പുഞ്ചിരിയോടുകൂടി കാണപ്പെട്ടപ്പോൾ ഈ പ്രൊഫഷണൽസ്, രക്ഷിക്കാൻ ചെയ്യുന്ന പ്രൊഫഷണൽസ് എല്ലാവരും ഞെട്ടിപ്പോയി. എന്ത് മാജിക് ആണെന്നുള്ള രീതിയിൽ പത്രപ്രവർത്തകർ ഇവരെല്ലാം പുറത്തു വന്നപ്പോൾ ഇവര് വളഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു അവരെ ഉപദ്രവിക്കില്ലേ, അവര് കഷ്ടപ്പെട്ട് വന്ന് പുറത്തിറങ്ങിയതാണ്, ആരും ഇന്റർവ്യൂ ചെയ്യാനോ ചോദ്യം ചെയ്യാനോ അവരുടെ അടുത്ത് പോകരുതെന്ന് ഗവൺമെന്റ് പറഞ്ഞ് മുടക്കി, അവർക്ക് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ സത്യം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ്. ആ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ആ മെഡിറ്റേഷൻ, ആ മെറ്റബോളിസത്തെ, അതിൻ്റെ സന്തുലിതാവസ്ഥ, ഇതൊക്കെ കാത്തുരക്ഷിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയ ആളാണ് ലീഡർ. ആ ട്രെയിനിങ് അവർക്ക് കൊടുത്തു, അവരത് ഭംഗിയായിട്ട് എടുത്തു. മിനിമം ഓക്സിജൻ ഉപയോഗിച്ചു, മിനിമം ഭക്ഷണം ഉപയോഗിച്ചു, മിനിമം വെള്ളം. കാരണം നല്ല വെള്ളം കിട്ടാൻ കാറ്റടിച്ച് മഴവെള്ളം തട്ടിക്കയറി അത് കുടിക്കാൻ കൊള്ളില്ല. അപ്പൊ അവർക്ക് അവിടെ നിന്ന് മുക്കുന്ന മുകളിൽ അല്പം മിനിമം വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിരുന്നു. മാനസിക ആരോഗ്യത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളൊന്ന് അതിനോടുള്ള മുൻവിധിയാണ്. ആളുകൾ വിലയിരുത്തപ്പെടുമോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന് ഭയന്ന് സഹായം തേടാൻ പലപ്പോഴും മടിക്കുന്നു. ഒരാളുടെ കാലൊടിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ ആൾ ഉടനെ വൈദ്യസഹായം തേടും. എന്നാൽ ഒരാൾ ഉത്കണ്ഠ, വിഷാദം,
അല്ലെങ്കിൽ മാനസിക ആഘാതം എന്നിവയാൽ കഷ്ടപ്പെടുമ്പോൾ പലരും അവരുടെ വിഷമതകൾ നിശബ്ദമായി ഉള്ളിൽ ഒതുക്കുന്നു. ഈ നിശബ്ദത അപകടകരമാണ്. മുൻവിധികൾ മാറ്റുന്നതിലൂടെയും മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിലൂടെയും സഹായം ചോദിക്കുന്നത് ദൗർബല്യമായിട്ടല്ല, മറിച്ച് ശക്തിയുടെ അടയാളമായി കാണുന്ന ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. ഈ ഒക്ടോബർ മാസത്തിലെ ഈ ടോക്കുകളെല്ലാം തന്നെ ഈ ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, കോക്രോച്ച് തിയറി എന്ന് പറഞ്ഞിട്ടൊരു കഥയാണ്. ഗൂഗിളിന്റെ ഗ്ലോബൽ ഹെഡായ സുന്ദർ പിച്ചി ഒരു കഥ പറയുന്നുണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു പാറ്റ പെട്ടെന്ന് പറന്ന് ഒരു സ്ത്രീയുടെ ദേഹത്തിരുന്നു. അവൾ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. പരിഭ്രാന്തയായ അവൾ ചാടി ഓടാൻ തുടങ്ങി. അവൾ 2 കൈകൾ കൊണ്ടും പാറ്റയിൽ നിന്ന് രക്ഷപ്പെടാൻ തീവ്രമായി ശ്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പരിഭ്രാന്തരായിരുന്നതിനാൽ പ്രതികരണം പകർച്ചവ്യാധി പോലെ പടർന്നു. ഒടുവിൽ ആ സ്ത്രീക്ക് പാറ്റയെ തട്ടിക്കളയാൻ കഴിഞ്ഞു. പക്ഷെ അത് ഗ്രൂപ്പിലെ മറ്റൊരു സ്ത്രീയുടെ ദേഹത്ത് വന്നിരുന്നു. ആ സ്ത്രീ പേടിച്ച് ഓടാൻ തുടങ്ങി. അങ്ങനെ ഈ നാടകം തുടർന്നുകൊണ്ടിരുന്നു. ഇത് കണ്ട് വെയിറ്റർ അവരെ രക്ഷിക്കാൻ വന്നു. അടുത്തത് പാറ്റ വെയിറ്ററുടെ ദേഹത്ത് ഇരിപ്പുറച്ചു. വെയിറ്റർ ശാന്തമായി നിന്ന് പാറ്റയുടെ നീക്കത്തെ നിരീക്ഷിച്ച് ഉചിത സമയത്ത് അതിനെ പിടിച്ച് റെസ്റ്റോറൻറ്റിന് പുറത്തേക്ക് എറിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളുടെ പരിഭ്രാന്തിക്ക് കാരണം പാറ്റയായിരുന്നോ? അങ്ങനെയെങ്കിൽ വെയിറ്ററിന് പരിഭ്രാന്തി ഉണ്ടായില്ലല്ലോ. അദ്ദേഹം വളരെ ശാന്തമായി അതിനെ കൈകാര്യം ചെയ്തില്ലേ? അപ്പോൾ പാറ്റ അല്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തെ ശാന്തതയോടെ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ കഴിവില്ലായ്മയാണ് ഇതിന് കാരണം വരുന്നത്. അച്ഛൻ്റെയോ ബോസിൻ്റെയോ ഭാര്യയുടെയോ അലർച്ചയല്ല, അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് നമ്മളെ അലട്ടാൻ കാരണം. ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് തോന്നിക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോഴും നമ്മളുടെ ആകുലത കൂടുന്നു, ആങ്സൈറ്റി ലെവൽ കൂടിക്കഴിയുമ്പോഴാണ് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശക്തി നമുക്ക് നഷ്ടപ്പെടുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെല്ലാം ആകുലപ്പെട്ട് ആന്തലുണ്ടായി ഓടിയോ ബഹളം ഉണ്ടാക്കി. ഒരാൾ ബഹളം ഉണ്ടാക്കുന്ന പകർച്ചവ്യാധി പോലെ മറ്റുള്ളവരിലും പകർന്ന് അതിനെ ശാന്തതയോടെ എടുത്ത് കളയാൻ അവർക്ക് സാധിച്ചില്ല. വെയിറ്റർ അല്പം ശാന്തമായി നിന്നു. വെയിറ്ററിന്റെ ദേഹത്ത് പാറ്റ വന്നു. പാറ്റയുടെ ഇരിപ്പും ശാന്തതയും ചാടാനുള്ള കുതിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ സൗകര്യ സന്ദർഭത്തിൽ ഒറ്റപ്പെടുത്താൻ വലിച്ചെറിഞ്ഞു. അവിടെ മുഴുവൻ ശാന്തമായി. ജീവിതത്തിൽ തന്നെയാണ്. ആങ്സൈറ്റി ഈസ് കൺടേജിയസ്. അമ്മയ്ക്ക് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ആ പിള്ളേർ മുഴുവൻ ആങ്സൈറ്റി. അപ്പന് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ മുഴുവൻ പേർക്ക് ആങ്സൈറ്റി. ആങ്സൈറ്റി കണ്ടീജിയസ് ആണ്. എന്തേത് ഓടിപ്പോകില്ല എന്തൊക്കെയോ. അടുത്ത വേറൊരു ടിപ്പ്, മാനസികാരോഗ്യം വളരുന്നത്. മാനസികാരോഗ്യം എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. വിദ്യാർത്ഥികൾക്ക് പഠനപരമായ സമ്മർദ്ദങ്ങളും, എനിക്ക് 3-ലോ 4-ലോ പഠിക്കുന്ന കുട്ടി വളരെ ഡിപ്രസ്ഡ് ആയിട്ട് വന്നേ.
വ്യക്തിത്വ പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നു. മുതിർന്ന തൊഴിൽപരമായ സന്ദർഭങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയുമായി പോരാടുന്നു. പ്രായമായവർക്ക് ഏകാന്തതയോ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെതായ വൈകാരിക വെല്ലുവിളികളുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് പരസ്പരം സഹാനുഭൂതി കാണിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ജപ്പാനിലെ കിസുങ്കി എന്നുള്ള പ്രസ്ഥാനം, അതിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ജാപ്പനീസ് കഥയായ കിൻസുഗി, ആ വാക്കൊന്ന് ഓർത്തരെ, കിൻസുഗി. കാൻഡിസ് കുമായി തന്റെ പുതിയ പുസ്തകമായ കിൻസുഗി വെൽനെസ്, ദ ജാപ്പനീസ് ആർട്ട് ഓഫ് നറിഷിംഗ് മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. അതൊരു കലയാണ്. ആ കലയെക്കുറിച്ച് പറയുന്നത്. ഒരു മൺപാത്രം പൊട്ടിയാൽ ഉപയോഗശൂന്യമായി നമ്മൾ പലരും അത് വലിച്ചെറിയും. എന്നാൽ ജപ്പാൻകാർ അങ്ങനെയല്ല. ചിന്നിച്ചിതറിയ മൺപാത്ര കഷ്ണങ്ങളിൽ പുതിയ സൗന്ദര്യം കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. പകുതി ജാപ്പനീസുകാരിയായ കാൻഡിസ് കുമായി കുട്ടിക്കാലത്ത് അമ്മയിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നുമാണ് ഈ കിൻസുഗിയെ കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത്. എന്നാൽ അടുത്ത കാലത്താണ് അതിന് പ്രസക്തി അവൾ വീണ്ടും കണ്ടെത്തിയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പഠിച്ച ഒരു കലാരൂപമാണ് കിൻസുഗി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ അതിലേക്ക് വീണ്ടും തിരിഞ്ഞത്, കുമായി പറയുന്നു. നമ്മളൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ശക്തി നൽകും. എന്താണ്? രോഗശാന്തിയുടെ കല മനസ്സിലാക്കാൻ ആളുകൾക്ക് രൂപങ്ങളും വസ്തുക്കളും ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. എങ്ങനെ സുഖപ്പെടുത്താമെന്ന് കിൻസുഗി വെളിപ്പെടുത്തുന്നു. നമ്മുടെ വിള്ളലുകൾ സ്വർണമാക്കുമ്പോൾ നമ്മൾ മികച്ചതായി തീരുന്നു. തകർന്ന മൺപാത്രങ്ങൾ സ്വർണത്തോടൊപ്പം തിരികെ ചേർക്കുന്ന ജാപ്പനീസ് കലയാണ് കിൻസുഗി. പോരായ്മകളും കുറവുകളും ഉൾക്കൊള്ളുന്നതിലൂടെ നമുക്ക് കൂടുതൽ ശക്തവും മനോഹരവുമായ ഒരു കലാസൃഷ്ടി രൂപപ്പെടുത്താൻ കഴിയും എന്ന ആശയമാണിത്. ഓരോ വിള്ളലും വ്യത്യസ്തമാണ്. അതിനെ ഒരുപോലെ രാഗി ചേർക്കുന്നതിന് പകരം അതിൻ്റെ ഓരോ വിള്ളലും ചിഹ്നലും അതുപോലെ നിലനിർത്തി സ്വർണ്ണ ദ്രാവകം കൊണ്ട് യോജിപ്പിക്കുമ്പോൾ അവ തിളക്കമാർന്ന ഒരു കലാരൂപമായി മാറുന്നു. 400 വർഷം പഴക്കമുള്ള ഒരു കലാസൃഷ്ടിയാണിത്. സ്വയം സൗഖ്യപ്പെടുത്താനുള്ള ഒരു മാതൃകയായി ഈ കലാരൂപത്തെ കാണാൻ സാധിക്കും. തകർന്ന മേഖലകളെ നന്നാക്കാനുള്ള പ്രക്രിയയിൽ പുതിയൊരു കലാസൃഷ്ടിക്ക് രൂപം കൊടുക്കുന്നു. കിൻസുഗിയുടെ സന്ദേശം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഒരാളോ ജോലിയോ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അപകടം, വിവാഹമോചനം അല്ലെങ്കിൽ മറ്റു ദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ പൊട്ടിത്തകർന്ന മൺപാത്രം പോലെയാണ്. സ്വർണദ്രാവകമായ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അവയെ വിളക്കി ചേർക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ആകർഷകവും ധന്യവുമായി തീരുകയാണ് ചെയ്യുന്നത്. വിള്ളലുകളെ സ്വർണമാക്കി മാറ്റുന്ന കിൻസുഗി കലാരൂപമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏറ്റവും പ്രധാനമായി ദയ എന്നത് ഒരു തരം ചികിത്സയാണെന്ന് നമുക്ക് ഓർക്കാം. നമ്മളോട് തന്നെ ദയ കാണിക്കുന്നത്, നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നു, മറ്റുള്ളവർ ഒരു പരിധിവരെ നമ്മളോട് ദയ കാണിക്കാനാണ് കേട്ടോ ഏറ്റവും പ്രയാസം. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. മനസ്സിനെ പരിപോഷിപ്പിക്കുന്ന ഒരു ആഡംബരമല്ല, മറിച്ച് ഒരു അത്യാവശ്യമാണ്. ഉൽപാദനക്ഷമയ്ക്കും സ്വർഗാത്മകതയ്ക്കും മാനുഷിക ബന്ധങ്ങൾക്കും മാനസിക ആരോഗ്യം അടിസ്ഥാനമാണ്. അതിന് മുൻഗണന നൽകുന്നതിലൂടെ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ആരോഗ്യകരവും ശക്തവുമായ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും സംഭാവന ചെയ്യുന്നു.
മാനസിക പോരാട്ടങ്ങളെ കുറിച്ചുള്ള നിശബ്ദത മാറ്റിക്കൊണ്ട് മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ വിലമതിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അടുത്ത 10 ദിവസങ്ങളിൽ മാനസിക ആരോഗ്യത്തിന്റെ വിവിധ മാനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അതിൽ നമുക്കെല്ലാം പങ്കുചേരുകയും കുടുംബത്തെയും സമൂഹത്തെയും പരിപോഷിപ്പിക്കുകയും ചെയ്യാം. നിങ്ങളുടെ എല്ലാം അനുമതിയോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. 5 മിനിറ്റ് സമയമുണ്ട്. സംശയം ചോദിക്കും. തീർച്ചയായിട്ടും അച്ഛാ. അതായത് അനുഭവത്തിന്റെ ആഴമാണ് അതിജീവനത്തിന്റെ ആദ്യ പടി. അതെ, ആദ്യ പടി എന്ന് പറയണത് ഒരുപാടധികം അനുഭവങ്ങള്, എക്സ്പീരിയൻസസ്, അത് നമുക്കൊരു പാഠമായിട്ട് ഉൾക്കണ്ട്. അച്ഛൻ പറഞ്ഞു നിർത്തിയത് ഒരു കാര്യം, സെൽഫ് കമ്പാഷനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നുള്ളത്. അപ്പൊ ഈ ആദ്യം നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക. കൂടെ പ്രചോദനയിൽ ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിളക്കാവാൻ പരിശ്രമിക്കുക, അത് നിങ്ങളുടെ വീതിയിലും ഒരു വിളക്കായി മാറും എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ഒരു മെഡിറ്റേഷൻ ഇഫക്റ്റ്. അച്ഛൻ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഉള്ള ഒരു ചില സ്ഥലത്തെ പോസ് ഉണ്ടല്ലോ, ആ തായ്ലൻഡിലെ കഥ പറഞ്ഞ് എന്തായിരുന്നു എന്ന് പറയുമ്പോ അവിടെ ഹലോ കേക്കാമോ? ബ്രേക്ക് ആയോ? ഇല്ല ഉഷ, ബ്രേക്ക് ആയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ആ, അത് നിങ്ങൾ എല്ലാവരും ഫീൽ ചെയ്തു എന്ന് വിചാരിക്കും. അല്ല, അച്ഛൻ ചോദിച്ചത് ഉഷ എന്താ പറഞ്ഞെന്ന്, തായ്ലൻഡിലെ കഥയുടെ കാര്യമാണ്. അതെ അതെ, ആ കഥയില് ഒരു പോസ് ഉണ്ടായിരുന്നു അല്ലെ? ആ സൈലൻസിന് ഒരുപാടധികം ഞങ്ങളിൽ ഓരോരുത്തരിലും ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഫീഡ്ബാക്ക്. നമ്മുടെ ഇരുത്തി ചിന്തിപ്പിച്ചു റിലേഷൻഷിപ്സിനെ കുറിച്ചും, ആ ഒരു നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരെ കൂടെ പിടിച്ചു നിർത്തണേന്റെ ഒരു ഇമ്പോർട്ടൻസും എല്ലാം കഥകളിലൂടെ ഞങ്ങളിലേക്ക് എത്തി. അപ്പോ നമ്മള് ഒരു ഇന്ററാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യലി ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ആലിസ് മാഡം അമേരിക്കയിലേക്ക് പോയതിന്റെ ഒരു കുറവറിയിക്കാതെ പ്രചോദന ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കോ ഫൗണ്ടറും മിസ്സസ് കലാ കല്യാണി എന്ന് പറയുന്ന വളരെ പ്രഗത്ഭയായ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കൗൺസിലറാണ് ഇപ്പൊ ആലിസ് മാഡത്തിനോടൊപ്പം നമ്മുടെ പ്രചോദനയില് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോ കലാ മാമിനെ വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. നമസ്കാരം ഉഷ മാം. ഓക്കെ, ഇന്നലെ ഞങ്ങള് പ്രചോദനയുടെ ഈ ഒരു 10 days ടോക്കിനെ കുറിച്ച് ഞാനും ഉഷ മാമും കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോ, ഇപ്പം 10 ദിവസത്തെ നവരാത്രി ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, 10 ദിവസം നമ്മൾ മെന്റൽ ഹെൽത്ത് ഒരു ഉത്സവം പോലെ, അല്ലെ ഒരു പെരുന്നാളൊക്കെ ഒരു 10 ദിവസം ആഘോഷിക്കുന്നത് പോലെ നമുക്ക് ആഘോഷിക്കാം എന്ന് പറയായിരുന്നു. അപ്പോൾ അതിന്റെ ഉദ്ഘാടകനായിട്ട് നമുക്ക് പുതുശ്ശേരി അച്ഛനെ തന്നെ കിട്ടിയതിലൊക്കെ ഒരുപാട് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ തോന്നി, ഈ വെളിച്ചത്തിന് എന്ത് വെളിച്ചമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. എപ്പോഴും KCF-ലൊക്കെ വരുമ്പം ടോക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് അനുഭവ സമ്പത്തിൽ അച്ഛൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു ധ്യാനാത്മകമായിട്ടാണ് നമ്മളോട് ഓരോന്നും കൺവേ ചെയ്യുന്നത്, ഓരോ പ്രസന്റേഷനും ഒക്കെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കാര്യം നമ്മളിലേക്ക് എത്തിക്കുമ്പം അതൊരു പ്രസന്റേഷൻ, ഒരു ചെറിയ കഥയിലൂടെ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു കഥയിലൂടെ അച്ഛൻ വലിയ കാര്യങ്ങൾ, വലിയ ഇൻസൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, ആ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രസന്റേഷൻ ഉണ്ട്. ഇഴയടുപ്പമുള്ള ഹൃദയബന്ധങ്ങളാണ് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ഇത് എന്നുള്ളതാണ് അച്ഛൻ്റെ ഇന്നത്തെ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു കൂട്ടായ്മ ഇതേപോലെ നമുക്ക് തുടർന്നും ഇങ്ങനെ 10 ദിവസം മാത്രമല്ലാതെ പല പല
ടോക്കുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്ന രീതിയിലേക്കും ഒക്കെ ഈ ഒരു കൂട്ടായ്മയെ നമുക്ക് കൊണ്ടുപോകാം. മാനസികാരോഗ്യം ഇപ്പം കുറച്ചുകൂടെയൊക്കെ അതിന്റെ കോവിഡിന് ശേഷമൊക്കെ കുറച്ചുകൂടെ മനുഷ്യർ അതിനെക്കുറിച്ചൊക്കെ അവയർനെസ് വരുന്നുണ്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ അച്ഛന് ഈ ഉദ്ഘാടകനായ കിട്ടിയ നമുക്ക് ഈ ഒരു നല്ല നിമിഷം ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അച്ഛനും ഹൃദയത്തിന്റെ ഭാഷയില് ഒത്തിരി സ്നേഹം, ഒരുപാട് നന്ദി അച്ഛൻ പങ്കെടുത്തതിലും അച്ഛന്റെ വലിയ വലിയ വാക്കുകൾക്കും ഒരുപാട് നന്ദി. സെൽഫ് കമ്പാഷൻ ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. അത് സത്യമാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, അതിൽ ഒത്തിരി സ്പർശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ ഒപ്പിയെടുത്ത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. അച്ഛന് ഒരുപാട് നന്ദി, സ്നേഹം അർപ്പിക്കുന്നു. അതേപോലെ പ്രചോദന ലാലിസ് മാം അവിടുന്നാണ് ജോയിൻ ചെയ്യുന്നത്, പുറത്തൊരു രാജ്യത്തു നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ഇതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ നമ്മള് പല പിന്നെ ഒരുപാട് ടോക്കുകൾ പല ആളുകളെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നെന്ന് പറയുന്നത്, അതും ചിലരൊക്കെ എത്ര പൈസ കിട്ടുന്നതായിരിക്കും ആദ്യം ചോദിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ലാതെ നമ്മൾ ഇതൊരു സെൽഫ് സർവീസിങ് ആയിട്ട് നമ്മൾ സൊസൈറ്റിക്ക് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് എല്ലാ മാനസികാരോഗ്യ പ്രവർത്തകർക്കും വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതില് അലിസ് മാം ആണെങ്കിലും ഉഷ മാം ആണെങ്കിലും അതിനെ ഇങ്ങനെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് കൊടുക്കുന്ന പോലെ, ഒരു പൈസയൊന്നും വാങ്ങാതെ, ഒരു 100 രൂപയെങ്കിലും ഒരു രജിസ്ട്രേഷൻ വാങ്ങാതെ ഇത് ചെയ്യുന്ന സെന്ററുകളൊക്കെ വളരെ കുറവാണെന്ന് ഞാൻ അധികം അങ്ങനെ കേട്ടിട്ടില്ല. എന്തെങ്കിലും രജിസ്ട്രേഷൻ ഫീസ് വാങ്ങും. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലാതെ നമ്മുടെ സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെന്റ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൽ അങ്ങനെ കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് എത്തണം. അതും ഒരു മാതൃകയാണ്, പ്രചോദനം. അപ്പോൾ അലിസ് മാമിനും ഒരുപാട് നന്ദി. ഉഷ മാം ഇതിന്റെ പുറകിൽ ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്. എനിക്കറിയാം, ഞങ്ങള് രണ്ടുപേരും കൂടി ഒത്തിരി ഡിസ്കഷൻസ് ഇതിന്റെ കാര്യങ്ങളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഒത്തിരി ഇങ്ങനെ ഒരു കാര്യം നടത്തി രണ്ടുപേർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പിന്നെ ഞാൻ ഈ ഗ്രൂപ്പ് നോക്കുമ്പം ഒരു 200ഓളം ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം തോന്നി. കാരണം മാനസികാരോഗ്യത്തെ കുറിച്ച് 10 days ഇത്രയൊക്കെ ഒരു ഇത് കേട്ടിരിക്കാനും, ഇപ്പൊ എല്ലാവരുടെയും അറ്റൻഷൻ സ്പാനൊക്കെ കുറഞ്ഞു വരുവാണ്. എന്നാലും ഈ 10 days നമുക്കിത് കേട്ടിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ജോയിൻ ചെയ്യാമെന്നുള്ള ഒരു ഇത് എല്ലാവരും അങ്ങനെ മനസ്സ് വെച്ചല്ലോ. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. ആളുകൾക്ക് ഒരു 100-ലധികം ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു മാനസികാരോഗ്യത്തിന്റെ അവയർനെസ് നമ്മൾ ഈ ഒരു 10 ദിവസം കഴിയുമ്പം നല്ലൊരു ട്രാൻസ്ഫർമേഷനിലേക്ക് നമ്മൾ വന്ന് അതിന്റെ ഒരു എന്നാ പറയുന്ന ഒരു കിരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ, പ്രകാശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ആ പ്രകാശം നമുക്ക് ചുറ്റുമുള്ളവരിലേക്കും വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നൊക്കെ എല്ലാവരോടും നന്ദി. പങ്കെടുത്ത എല്ലാവരോടും നന്ദി. എല്ലാവർക്കും സ്നേഹം. ശുഭരാത്രി. താങ്ക് യു കല മാം. ആലിസ് മാം ഉറങ്ങാൻ പോയോ? ഇല്ല ഇനി ഉറങ്ങൂല അച്ഛാ. ഇനിയിപ്പോ കാലത്തായില്ലേ. ഇവിടെ 9 o'clock ആയി, 9 AM. നിങ്ങളായിരിക്കും ഇനി ഉറങ്ങാൻ പോകുന്നത് അല്ലേ? അതെ. അപ്പം അപ്പൊ അച്ഛാ നന്ദി അച്ഛനോട് പറയേണ്ട കാര്യമില്ല. കാരണം KCF ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛൻ പറഞ്ഞ ആ സൈലൻസ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഇങ്ങനെ പുറത്തു പോകുമ്പോഴൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുമ്പോഴും നടക്കാനൊക്കെ പോകുമ്പോഴും വെറുതെ ഇരുന്ന് എന്തെങ്കിലും വെറുതെ ഇരിക്കുക എന്നുള്ളത്, സൈലൻസിലിരിക്കുക. സൈലൻസിലിരിക്കുന്നത് മൈൻഡ്ഫുൾനെസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിലാണെങ്കിൽ ഇത്രയും സൈലൻസിൽ ഇരിക്കാറില്ല. അങ്ങോട്ട് നോക്കുമ്പോൾ ഈ പണിയുണ്ട്, ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ കാര്യമുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്. ഇപ്പൊ ഞാൻ അതിനൊക്കെ ഒരു അവധി കൊടുത്തിട്ട് ആ സൈലൻസിലിരിക്കുമ്പോൾ ഉള്ള സുഖം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അതുപോലെ തന്നെയാണ് അച്ഛൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ ഈറ്റിംഗ് ടുഗദർ ഡെവലപ്പ് ഫെലോഷിപ്പ്, അതാണ് നമ്മുടെ പോട്ട്ലക്ക്. അത് നിന്ന് പോയിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വന്നിട്ട് വേണം നമുക്കത് റിന്യൂ ചെയ്യാനായിട്ട്. കാരണം ആ പോട്ട്ലക്ക് ഒരു റിലേഷൻഷിപ്പിന്റെ വലിയൊരു മാനദണ്ഡത്തിൽ വലിയൊരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം കൊറോണ വന്നപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മൾ ആ ഫെലോഷിപ്പ് ചെയ്തിരുന്നു. നമ്മൾ വിചാരിച്ചിരുന്നേക്കാൾ കൂടുതൽ ആളുകൾ അതിൽ പങ്കെടുക്കുകയും ഇന്നും അതിന്റെ ബെനിഫിറ്റ്സ് പറയുന്ന ആൾക്കാരുണ്ട്. അച്ഛൻ അതിന് നമ്മളത് സാധനയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കത് റിവൈവ് ചെയ്യണം. അച്ഛൻ താങ്ക് യു സോ മച്ച്. ഓവർ ടു ഉഷ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്കൊരു 1-2 ഫീഡ്ബാക്ക് ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ടൈമാണ്. ഈ പറഞ്ഞതുപോലെ
നമ്മള് 9:36 ആയി. അടുത്ത ഒരു സെക്കൻഡ് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇഫ് എനിവൺ ഇസ് വില്ലിംഗ്, ദ ഫോറം ഇസ് ഓപ്പൺ. ഈ മെന്റൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞത്, ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ഒറ്റയായിട്ട് വരുന്ന കോളേജ് ഏജിൽ വരുന്ന ആൾക്കാർക്ക് ഇറ്റ് ഇസ് എ വെരി ഇൻഫോർമേറ്റീവ് ടോക്ക്. അത് എങ്ങനെയത് തരണം ചെയ്യാം, ഫെലോഷിപ്പിൽ നമുക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാം, ഇതൊക്കെ അച്ഛൻ പറഞ്ഞതിൽ നിന്നൊക്കെ വളരെ അർത്ഥവത്തായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഫാമിലിയായിട്ട് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരുമായിട്ട് അക്വൈൻറ്റൻസ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടാവും, സഹായിക്കാനുണ്ടാവും. സിംഗിളായി കഴിയുമ്പോഴാണ് ഇവിടെ എല്ലാം പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ടൈപ്പ് ഓഫ് ഗ്രൂപ്പും അസോസിയേഷൻ ഫെലോഷിപ്പിനൊക്കെ മോർ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, താങ്ക്സ്. താങ്ക് യു. ഒരാൾക്കും കൂടെ ചാൻസ് കൊടുക്കാം അല്ലേ അച്ഛാ? Good evening, sir. Good evening, Father. Sonia here. Acham parna animals in the personification vachatulla story. I personally felt was very powerful and impactful depiction of why a mental health situation would be relevant to all around the person concerned. It was beautiful, impactful, very vivid. Thank you so much. ഓക്കെ, താങ്ക് യു. സവിത എന്തോ പറഞ്ഞല്ലോ? ഞാൻ ഈ സ്റ്റോറിനെ പറ്റിയാണ് പറയാൻ വന്നത്. അതായത് വളരെ സ്വാർത്ഥമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സ്വന്തം കാര്യം എന്നുള്ള ഒരു ചിന്തയിൽക്കാണ് പലരും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തില് ഇത്തരം, അതായത് നമ്മുടെ കാര്യമല്ല എന്നുള്ള ഒരു രൂപത്തില് സമൂഹത്തില് പലരും ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരെ ഇമ്പോർട്ടൻസ് ഈ സ്റ്റോറിയിലൂടെ അച്ഛൻ ശരിക്കും അതിന്റെ ഒരു പ്രാധാന്യം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഓരോരുത്തർക്കും, നമ്മൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും അതിന്റെ അവയർനെസ് കൊടുക്കേണ്ടതിനെ പറ്റിയിട്ട്. മറ്റുള്ളവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അപ്പൊ അവിടെ വെളിച്ചമായിട്ട് മറ്റുള്ളവരുണ്ടാവണമെങ്കിൽ അവരെ പരിഗണിക്കണം എന്നൊക്കെ ഉള്ളത് ഈ ഒരു സ്റ്റോറിയിലൂടെ തന്നെ. അങ്ങനെ ഓരോ സ്റ്റോറിയിലും വളരെ പവർഫുൾ ആയിട്ടുള്ളതും വലിയതുമായിട്ടുള്ള സന്ദേശം തരാന് ഈ ക്ലാസ്സിലൂടെ അച്ഛന് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു അച്ഛാ. അച്ഛൻ ഉറങ്ങേണ്ട സമയമായിട്ടുണ്ടോ? അച്ഛൻ കൃത്യമായിട്ട് ഉറങ്ങുന്ന ആളാണ്. 9:30-ക്ക്. താങ്ക് യു. എല്ലാവർക്കും നന്ദി. അതെ, ആ ഉറക്കമാണ് അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അതെ. ഓക്കെ അച്ഛാ, താങ്ക് യു. ഗുഡ് നൈറ്റ്. പറ്റുമ്പോഴൊക്കെ ഒന്ന് കയറണോട്ടോ അച്ഛാ, കുറച്ചു നേരമെങ്കിലും. 10 ദിവസം പറ്റുമ്പോഴൊക്കെ ഒന്ന് അച്ഛൻ പറ്റുമ്പോഴൊക്കെ ഒന്ന് ഇടയ്ക്ക് കയറണോന്ന് പറയായിരുന്നു ഈ 10 ദിവസത്തില് കുറച്ച് സമയമെങ്കിലും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ശുഭരാത്രി. നാളെ കാണാം.